ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോടെ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകൽ തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക കൃപാനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിനും ദൈവത്തിൻ്റെ നാമം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ മഹപ്പെടേണ്ടതിനും നമ്മെ തന്നെ കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവം നല്ലവനായിരുന്നുവെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമുക്കിടയാക്കി. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അപ്രതീക്ഷിതമായ പലതും ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നിടങ്ങളിലൊക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഇന്ന് പകൽ നമുക്കൊരുമിച്ച് അത് മാത്രമാണ് പറയാനുള്ളത്. ദൈവത്തിൻ്റെ പരിപാലനം അത്ര വലുതായിരുന്നു. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വേഗത്തിൽ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ആരാധനയോടനുബന്ധിച്ച് മീറ്റിംഗ് നടക്കേണ്ടത് കൊണ്ട് നമ്മുടെ മുമ്പിൽ സമയം അധികമില്ല. അതുകൊണ്ട് അധികം വിശദീകരണത്തിന് പോകാതെ വേഗത്തിൽ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 52-ാമത്തെ സങ്കീർത്തനമാണല്ലോ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് രണ്ട് വാക്കുകളിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ആലോചന ദൈവം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ തലക്കെട്ട് നമുക്കൊന്ന് വായിക്കാം. അതെ, ആ ഭാഗത്ത് ഇതിൻ്റെ പശ്ചാത്തലം ദാവീദിനെ തേടി ശൗൽ ദേശമെങ്ങും സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ദാവീദ് നോബിലെ പുരോഹിതനായ അഹീമലേക്കിൻ്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് ഗോലിയാത്തിൻ്റെ വാള് കൊടുത്തു. പുരോഹിതന്മാർ മാത്രം ഭക്ഷിക്കുന്ന കാഴ്ചയപ്പം താൻ വിശുദ്ധൻ, തൻ്റെ കൂടെ ഉള്ളവരും വിശുദ്ധർ എന്ന് പറഞ്ഞപ്പോൾ ദാവീദിനിത് കൊടുത്തു. ഈ വാർത്ത മാത്രമല്ല, ശൗൽ അന്ന് ദേശം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ദാവീദിനെ എവിടെ കണ്ടാലും എന്നെ വിവരം അറിയിക്കണം. എന്നാൽ പലരും ഈ വിവരം അറിയിച്ചില്ല. ഒരു ഭാഗം കൂടെ വായിക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ വിശദീകരണം, എല്ലാം കൂടെ വിശദീകരിക്കാൻ സമയമില്ല, എങ്കിലും വേഗത്തിലൊന്ന് വായിക്കാം. 1 ശമൂവേൽ 21-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം അവിടെയാണ്. 21-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ബാക്കി ഭാഗങ്ങൾ പിന്നീട് ദൈവമക്കൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുക. ഇനിയും അതിൻ്റെ 9-ാം വാക്യം വായിച്ചാൽ, സോറി 22-ാം അധ്യായം 22-ന്റെ 9 വായിച്ചോളൂ. മതി ഭാഗത്താൽ വീട്ടിൽ സമയങ്ങൾ ഈ ഭാഗം വായിച്ചു നോക്കണം, എങ്കിൽ ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. 1 ശമൂവേൽ 21, 22 അധ്യായങ്ങൾ ഇപ്പോൾ ആരും വായിക്കാൻ ശ്രമിക്കേണ്ട. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുക, പിന്നീടൊന്ന് വായിച്ചു നോക്കുക. വിശദീകരിക്കണം, ഓരോ വാക്യം എടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ വിഷയത്തിലേക്ക് കയറേണ്ടത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. ശൗൽ രാജാവ് ദാവീദിനെ തേടി നടന്ന കാലഘട്ടം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എവിടെ കണ്ടാലും വിവരം അറിയിക്കണം. പക്ഷെങ്കിൽ ദാവീദിനോടുള്ള സ്നേഹം കൊണ്ട് പലരും വിവരം അറിയിച്ചില്ല. അങ്ങനെ ഇദ്ദേഹം നോബിലുള്ള പുരോഹിതൻ അഹീതോഫേലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആഹാരം കൊടുത്തു. പോരാൻ നേരം ചോദിച്ചു, ആയുധം വല്ലതും ഉണ്ടോ? പുരോഹിതൻ പറഞ്ഞു, ഗോലിയാത്തിൻ്റെ വാൾ ഇവിടെ ഉണ്ട്, നീ പണ്ട് കൊന്ന ആ വാളുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോക്കോ. ഈ വാളും എടുത്തുകൊണ്ട് ദാവീദ് പോകുന്നു. ആ സമയത്ത് ഈ ദോവേഗ് എന്ന മനുഷ്യൻ, അവിടെ എഴുതിയിട്ടുണ്ട്, ശൗലിൻ്റെ ഇടയന്മാരുടെ പ്രമാണിയാണ്. ഇദ്ദേഹത്തെ ഒരു ദിവസം തടവിൽ അടച്ചിട്ടേക്കുക. എന്തോ തെറ്റ് ചെയ്തു. ദൈവസന്നിധിയിൽ അന്നത്തെ പ്രമാണം അനുസരിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടേണ്ടതിന് വേണ്ടി തടവിലാക്കും, ജയിലിലാക്കിയേക്കുക ഒരു ദിവസത്തേക്ക്. ഈ സമയത്താണ് ദാവീദ് അവിടെ ചെന്നത്. ഈ കാഴ്ച മുഴുവൻ ഈ ദോവേഗ് കണ്ടു. മാത്രവുമല്ല, വീണ്ടും ഇദ്ദേഹം അവിടെ എത്തിയെന്ന വാർത്ത ശൗലിൻ്റെ ചെവിയിലെത്തി. ഒന്നുകൂടെ പറയാം, ശൗല് നാട് മുഴുവൻ ഇദ്ദേഹത്തെ തപ്പുന്നു. തൻ്റെ പട്ടാളത്തെ, തൻ്റെ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിച്ച് പറഞ്ഞു,
നിന്നെയൊക്കെ ഞാൻ ചുമതലപ്പെടുത്തിയതാണ്. ദാവീദ് എവിടെ പോയി, എങ്ങനെ അവൻ്റെ നീക്കങ്ങൾ എല്ലാം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യൻ എന്നോട് ഇതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കോപിച്ചപ്പോൾ ഈ ദോവീദ് പറഞ്ഞു, ദാവീദ് ഇന്നടത്ത് വന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. 22:9 ഒന്നുകൂടെ ഒന്ന് വായിച്ചാല് അവിടെ പ്രത്യേകം കൊടുത്ത് പറയുന്നൊരു വാക്കുണ്ട്. 8-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? സൗല് തൻ്റെ ആൾക്കാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. സൗല് കുറ്റപ്പെടുത്തുക ഇവരെയെല്ലാം. നിങ്ങൾ ഒരു മനുഷ്യനും എനിക്ക് റിപ്പോർട്ട് തരുന്നില്ല. ദാവീദ് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾ ഇതെന്നെ അറിയിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ ഇനി വായിച്ചു 9. അപ്പോൾ സൗലിന്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഇവൻ പറഞ്ഞു, രാജാവേ, ആ പുരോഹിതന്റെ വീട്ടിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു പാസ്റ്ററുടെ വീട്ടിൽ വന്നേച്ച് പോയത് ഞാൻ കണ്ടു. ഈ സമയത്ത് ഈ ശൗൽ രാജാവ് അങ്ങ് അരിശം കൊണ്ട് നിറഞ്ഞു. കാരണം ഈ ദാവീദിനെ പിടിക്കാൻ തക്കം നോക്കി നടക്കുമ്പോൾ ഈ പുരോഹിതന്റെ വീട്ടിലെത്തി, ആഹാരം കഴിച്ചു, ആയുധവും കൊടുത്തു, എല്ലാ സംരക്ഷണവും കൊടുത്ത് പറഞ്ഞു വിട്ട ഈ ദാവീദിനെ സംരക്ഷിച്ച പുരോഹിതനോട് ദേഷ്യം വന്നു. ഇനിയും ഇടഭാഗത്തുനിന്ന് വീണ്ടും ഞാൻ മുന്നോട്ട് പോകുന്നു. 18-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. 17 തൊട്ട് വായിച്ചു. പിന്നെ രാജാവ് 16 തൊട്ട് വായിച്ചു. 16 തൊട്ട്. അപ്പോൾ രാജാവ് ഈ പുരോഹിതനെ വിളിച്ചു വരുത്തിയെ ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് അറിവ് തന്നില്ല? പുരോഹിതൻ പറഞ്ഞു, ദാവീദിനെ പോലെ നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം നല്ല മനുഷ്യനാ, അങ്ങേക്കും ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ വഴികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പറഞ്ഞു കാണും, അന്ന് ഫെലിസ്ത്യൻ വന്ന് വെല്ലുവിളിച്ചപ്പോൾ രാജാവെ അങ്ങും തിരിഞ്ഞോടിയതല്ലേ? അന്ന് ദാവീദല്ലേ രക്ഷപ്പെടുത്തിയേ? അങ്ങേരെ എന്തോ തെറ്റ് ചെയ്തു? അങ്ങേരെ ഞാൻ കുറ്റപ്പെടുത്തുമോ? ഇത് പറഞ്ഞപ്പോൾ 16 വായിച്ചോളൂ. രാജാവ് പറഞ്ഞു, പുരോഹിത അഹീമേലെക്ക് പുരോഹിത, നീ മരിക്കണം. മതി, ആ ഭാഗത്ത് ഞാൻ വിശദീകരിച്ച് പറയാം. ഈ വാർത്ത കേട്ട രാജാവ് ഇവരെയെല്ലാം വിളിച്ചുകൂട്ടി, പുരോഹിതന്മാർ ആ ഗ്രൂപ്പിനെ മുഴുവൻ വിളിച്ചു വരുത്തിയേച്ച് തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു. ഈ പട്ടാളക്കാർ ഭൃത്യന്മാർ പറഞ്ഞു, ഇല്ലില്ല, പുരോഹിതന്മാരെ ഞങ്ങൾ കൊല്ലത്തില്ല. ഈ സമയത്ത് ഈ പുള്ളി, നമ്മുടെ പാർട്ടി ആരാ, ദോവേഗ്, ഞാൻ കൊന്നേക്കാം, വാളെടുത്ത് 85 പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. ഞാൻ വേഗത്തിൽ ഒരു ചിന്ത അവിടെ പറഞ്ഞ് വിഷയത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൊണ്ട് ഈ ദോവേഗിനുണ്ടായ നേട്ടം എന്താ? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കൂട്ടിപ്പിടിപ്പിച്ചു. ഇങ്ങേരിത് കണ്ടു മൗനമായിട്ടാണ് ഇരുന്നിരുന്നല്ലോ, ഇത്രയും പുരോഹിതന്മാർ കൊല്ലപ്പെടുമോ? ഈ ദോവേഗ് ചിന്തിച്ചിത്രയേ ഉള്ളൂ, രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ എനിക്ക് പറ്റിയ സമയമാണ്. രാജാവിനെ ആരും സഹായിക്കുന്നില്ലെന്ന് പറഞ്ഞ് രാജാവ് കോപിച്ചപ്പോൾ, എന്നാൽ ഞാൻ കണ്ടു, വിവരമറിയിച്ചപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് ഇദ്ദേഹം ചിന്തിച്ചില്ല. നമ്മുടെ വിഷയം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് കയറി എന്ന് പറഞ്ഞോട്ടെ. ചില വാർത്തകൾ പലരെ അറിയിക്കാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഇവിടെ ഈ ദോവേഗ് കണ്ടു ദാവീദ് അവിടെ വന്നത്, താൻ മിണ്ടാതിരുന്നാ പോരെ? എന്തിനാ അടുത്തടുത്ത് കൊണ്ട് ഈ വാർത്ത കൊടുത്തത്? ശൗലിൻ്റെ അടുക്കൽ കൊണ്ട് വാർത്ത കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് അരിശം കയറിയിട്ട് പറഞ്ഞു, എല്ലാത്തിനെയും കൊന്നുകളക. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മനുഷ്യനെ 85 പേരെ കൊന്നത്. ഓർക്കണം, 85 കുടുംബങ്ങൾ അനാഥമായി. തീർന്നില്ല, ഈ കൊന്നത് മരണപ്പെട്ടത് പുരോഹിതന്മാരാ, ശുശ്രൂഷ ചെയ്യേണ്ട അഭിഷിക്തന്മാരാ. ഇവർ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം
ഒരു വ്യക്തി താൻ കണ്ട വാർത്ത പബ്ലിഷ് ചെയ്ത, ദൈവം അനുവദിച്ചാൽ ഞാൻ പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ സാധാരണ സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, നാവിൻ്റെ ഉപയോഗം ദുരുപയോഗം. ആ വിഷയം വരുമ്പോൾ ഇതിന് അല്പം കൂടി വിശദീകരണം തരാം. എന്നാൽ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. പലതും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഉള്ളിൽ ഒതുക്കിക്കോണം. നമ്മൾ പറയുമായിരിക്കും ഞാൻ അത് പറഞ്ഞുകൊണ്ട് എന്തോ പറ്റി, ഇതോപേക്ക് പറയുമായിരിക്കും. ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചേ, എടോ താനൊന്നും മിണ്ടാതിരുന്നെങ്കിൽ ഈ 85 പേര് കൊല്ലപ്പെടുമായിരുന്നോ? ഇങ്ങനെ പറഞ്ഞാൽ എന്തോ, അയ്യോ ഞാൻ ഓർത്തോ ഇത്രയും വലിയ പ്രശ്നം വരുമെന്ന്. ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പറയും പറഞ്ഞ വാക്ക് പറയുന്ന വ്യക്തിയേക്കാൾ കേൾക്കുന്ന വ്യക്തിക്ക് ആ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇയാൾ പറഞ്ഞു ഞാനെന്തോ പറഞ്ഞു, ദാവീദ് അവിടെ വന്നെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിലപ്പുറം ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, അത് മതിയായിരുന്നു. ഈ വാക്ക് ഈ ദോവേഗ് ദാവീദിനെ കണ്ട കാര്യം പറയാതിരുന്നെങ്കിൽ ഈ 85 പുരോഹിതന്മാർ കൊല്ലപ്പെടത്തില്ലായിരുന്നു. ദൈവമക്കൾ, ഞാൻ ഇടയ്ക്കൊരു പ്രബോധനമായിട്ട് പറഞ്ഞോട്ടെ. നമ്മൾ നമ്മുടെ വാക്ക് നാവൊക്കെ ഒത്തിരി സൂക്ഷിച്ചോണം. കണ്ടതും കേട്ടതും എല്ലാം നമ്മൾ വിശദീകരിക്കാൻ പോയാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അത് ആർക്കൊക്കെ എപ്രകാരം എങ്ങനെയൊക്കെ സംഭവിക്കും നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് കഴിവതും നമ്മൾ കാണുന്നത് അറിയുന്നത് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരമെങ്കിൽ മാത്രം പറയുക, അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ അടക്കി വെക്കുക. സദസ്യവാക്യത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വാക്കടക്കി വെക്കുന്നവൻ ബുദ്ധിമാനാണ്. വാക്കടക്കി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കും. ഞാൻ തൽക്കാലം അവിടെ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിഷയം അതല്ല, എങ്കിലും കൂട്ടത്തിൽ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വീണ്ടും സങ്കീർത്തനത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നിട്ട് 52-ന്റെ 1-ാം വാക്യം വായിച്ചോളൂ. ദാവീദ് ഈ പശ്ചാത്തലത്തിലാണ് സങ്കീർത്തനം എഴുതുന്നത്. പശ്ചാത്തലം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 21, 22 അധ്യായങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. അതിനുശേഷം 52-ാം സങ്കീർത്തനം കൂടെ വായിക്കുമ്പോൾ നമുക്കിത് വ്യക്തമായി മനസ്സിലാകും. ഇവിടെ ഈ പശ്ചാത്തലത്തിൽ ദാവീദ് ഈ പാട്ട് പാടുമ്പോൾ താൻ പറയുകയാണ്, വീര നീ ദുഷ്ടതയിൽ, ഈ ദോവകിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ ദുഷ്ടത ചെയ്തേച്ച് ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞ് പ്രശംസിക്കുക. കാരണം ഈ ദോവേഗ് ഇപ്പോൾ ശൗലിൻ്റെ മുമ്പിൽ ഒരു വീരനാ, ഒരു ഹീറോയാ. കാരണം ശൗൽ രാജാവ് പറയുന്നുണ്ട്, എൻ്റെ പട്ടാളക്കാർ, എൻ്റെ ഭൃത്യന്മാർ, ഞാൻ അവരോട് വെട്ടാൻ പറഞ്ഞിട്ട് അവർക്ക് ധൈര്യം കാണിച്ചില്ല, തൻ്റെ ഇടം കാണിക്കാത്തടത്ത് വാളെടുത്ത് വെട്ടിയവൻ ദോവേഗ. ഇപ്പം ദോവേഗ് ശൗലിന് മുമ്പിൽ ആരാ? വീരനാ, ഒരു ഹീറോയായി മാറി. പക്ഷെങ്കിൽ ദാവീദ് ആ പാട്ടിലൂടെ പാടുകയാണ്, വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത്. വായിച്ചോളൂ, വേഗത്തിൽ വായിച്ചോളൂ. തന്നോട് പറയുകയാണ്, നീ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ ദുഷ്ടത, നിന്റെ നാവ് ദുഷ്ടത. അതായത് മുടി വെട്ടുന്ന ആ ക്ഷൗരക്കത്തി സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ ലെവല് തെറ്റിയാൽ മുടി മുഴുവൻ പോകും എന്നതുപോലെ നിന്റെ ഒരു ശ്രദ്ധയില്ലാത്ത വാക്ക് ഒരു സംഘം പുരോഹിതന്മാരെയാണ് ഇല്ലാതാക്കിയത്. വായിച്ചോളൂ. ആ മനുഷ്യനോട് പറയുകയാണ്, നീ നന്മ സംസാരിക്കുന്നതിനേക്കാൾ തിന്മ സംസാരിക്കുന്നു. നീതി സംസാരിക്കുന്നതിനേക്കാൾ വ്യാജം ഇഷ്ടപ്പെടുന്നു. മതി. ആ ഭാഗത്ത് വരുമ്പോൾ തന്നെ കുറിച്ച് പറയുകയാണ്, തൻ്റെ ആ ഉള്ളിൽ ഉറഞ്ഞു പൊങ്ങിയ ദേഷ്യം, കോപം, ക്രോധം അല്ലെങ്കിൽ സങ്കടം, ഇതെല്ലാം കൂടെ ആധിക്യത്തിൽ ദാവീദ് പറയുകയാണ്, നീയും നശിച്ചു പോകും. ഞാൻ വേഗത്തിൽ പറഞ്ഞോട്ടെ. നിരപരാധികളായ 85 പുരോഹിതന്മാർ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് ഒരൊറ്റ വാക്ക. ഞാൻ വീണ്ടും പറയുന്നു, ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. വാക്ക് വളരെ സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് ഒരുപക്ഷെ അക്ഷരികമായി കൊല ചെയ്യപ്പെട്ടില്ലെങ്കിലും അവർ മാനസികമായി കൊല ചെയ്യപ്പെട്ടെങ്കിൽ, തകർന്നു പോയെങ്കിൽ നമ്മൾ ഓർത്തോണം, ദൈവവും ഭാഗം നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എൻ്റെ വാക്കുകൾ വളരെ ഗൗരവത്തോട് സൂക്ഷിച്ച് മാത്രം സംസാരിപ്പാൻ എനിക്ക് കൃപ തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വേഗത്തിൽ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വാക്യം 1-ാം വാക്യം വായിച്ചാട്ടെ. വീര നീ ദുഷ്ടതയിൽ. അടുത്തത് മതി, ദൈവത്തിൻ്റെ ദയ. അതേക്കുറിച്ചാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. താന് ആ സമൂഹത്തെ നോക്കിക്കൊണ്ട്, ദോവകിനെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ശൗൽ രാജാവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്,
നീ വീരനായി വീരപരിവേഷത്തോട് ഇപ്പോൾ നടക്കുന്നെങ്കിലും നീ ഒരു കാര്യം കഴിയണം, ദൈവത്തിൻ്റെ ദയ അത് നിരന്തരമാണ്. ഒന്നുകൂടെ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നീ ഇന്ന് രക്ഷപ്പെടുന്നത്. ഇനി നമ്മളോട് തന്നെ നമുക്കൊന്ന് പറയാം, നമ്മളും രക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്. എന്താ ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത? അസാധാരണമായ ഒരു ദയ, ദൈവത്തിൻ്റെ ദയ. ഞാൻ വേഗത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത 5 സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് സൺഡേ സ്കൂളൊക്കെ പഠിച്ച് കാണുമല്ലോ. പറഞ്ഞു, ശരിയാ. അത് കൈമാറ്റം ചെയ്യുന്നതാണ്. കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ചില ഗുണങ്ങൾ ഞാൻ തന്നെ വേഗത്തിൽ പറയാം. ഒന്ന്, ദൈവത്തിൻ്റെ സ്വയംഭൂ. ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ദൈവം സ്വയമാണ്. സെൽഫ് എക്സിസ്റ്റൻസ്. മനുഷ്യൻ ഉണ്ടാക്കുന്ന ദൈവങ്ങളുണ്ട്, അത് ദൈവമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സ്വയം ഉണ്ടായതാണ്. അങ്ങനെയെങ്കിൽ അത് മറ്റൊരുത്തർക്കും ഉണ്ടാക്കത്തില്ല. ഏത് മനുഷ്യനും മറ്റാരെങ്കിലും ജനിപ്പിച്ചതാണ്. എന്നാൽ ദൈവത്തെ ആരും ജനിപ്പിച്ചതല്ല, ആരും ഉണ്ടാക്കിയതല്ല. ദൈവം സെൽഫ് എക്സിസ്റ്റൻസ്. രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന് മാറ്റമില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല. മനുഷ്യർക്ക് മാറ്റമുണ്ട്. 10 വർഷം മുമ്പ് നമ്മളെ കണ്ടവർ 10 വർഷത്തിന് ശേഷം കണ്ടാൽ ആദ്യം പറയുന്ന വാക്കെന്തോ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേ? ആളാകെ മാറിപ്പോയി. ഒന്നുകിൽ വണ്ണം വെച്ച് കാണും, അല്ലെ വണ്ണം കുറഞ്ഞ് കാണും, മുടി നരച്ച് കാണും, എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും. ആളാകെ. പിന്നെ ചിലപ്പോൾ സ്വഭാവം മാറാം 10 വർഷം കൊണ്ടൊക്കെ. പഴയ സ്വഭാവം ഒന്നും ആകണമെന്നില്ല. അപ്പം മനുഷ്യൻ എന്തോ ഉണ്ടാകാം, മാറ്റമുണ്ടാകാം. പക്ഷെ ദൈവത്തിനോ? ആദിയിൽ എന്താണോ ഇന്നും അത് തന്നെയാണ്. അടുത്ത ദൈവത്തിൻ്റെ ഗുണം പറഞ്ഞോ? അറിയത്തില്ല. ദൈവത്തിൻ്റെ സർവജ്ഞാനം. സർവജ്ഞാനം ലോകത്തൊരു മനുഷ്യർക്കുമില്ല. ജ്ഞാനമുണ്ട്, ദൈവത്തിനാണ് സർവജ്ഞാനം. അടുത്തത്, ദൈവം സർവവ്യാപിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ. നമ്മൾ സർവവ്യാപിയല്ല, എന്നാൽ ദൈവം സർവവ്യാപിയാണ്. അടുത്തത്, ദൈവം സർവശക്തൻ. ഈ 5 ഗുണങ്ങൾ മാറ്റമില്ലാത്തതാ, മനുഷ്യർക്ക് കൈമാറാൻ കഴിയാത്തതാ. എന്നാൽ മനുഷ്യർക്ക് കൈമാറാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ചില ഗുണങ്ങളാണ്. നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മളിലേക്ക് വ്യാപരിച്ചാൽ ദൈവസ്നേഹം നമ്മളിലൂടെ വ്യാപരിക്കും. ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സത്യം. ആ കൂട്ടത്തിലൊന്നാണ് ദൈവത്തിൻ്റെ ദയ. ദൈവത്തിൻ്റെ ദയ നമ്മളിലൂടെ വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്കാണ് വേഗത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് മറ്റു തടവുകാരോടൊപ്പം മെലീത്ത ദ്വീപിൽ നീന്തി കയറിയപ്പോൾ അവിടെ കണ്ട ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് മതി അസാധാരണ ദയ കാണിച്ചു. ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, ഈ ബർബരന്മാർ, ദൈവത്തെ അറിയാത്തവർ, ഒരു അസാധാരണ ദയ കാണിക്കേണ്ടാത്തടത്ത് കാണിക്കുന്ന ദയ, അഥവാ ദയയ്ക്ക് അർഹരല്ലാത്തവർക്ക് കാണിക്കുന്ന ദയ, ഇത് അസാധാരണ ദയ. ഒന്നുകൂടെ പറയട്ടെ, ഇതാ ദൈവത്തിൻ്റെ ദയ. നമുക്കറിയാമല്ലോ, ആ മെലീത്ത ദ്വീപിൽ മനുഷ്യനെ ഭക്ഷിക്കുന്ന ജനങ്ങൾ, ഒരുപറ്റം ജനങ്ങൾ കപ്പൽ തകർന്ന് കയറി വരുമ്പോൾ സാധാരണ ഇവർ പറയാറുള്ളൊരു വാക്കുണ്ട്, ഈ ആഴ്ചത്തെ കാര്യം ഓക്കെ ആയി, കുറെ ആൾക്കാരെ കൈ കിട്ടി, ഇവരെ കൊന്നു തിന്ന് നമുക്ക് ഈ ദിവസങ്ങൾ ഭക്ഷണത്തിന് മറ്റെങ്ങും പോകണ്ട എന്ന് പറയുന്ന ജനങ്ങൾ. അവരുടെ രീതി അതാ. പക്ഷെങ്കിൽ ഈ പൗലോസ് ഉൾപ്പെടെയുള്ള ആ തടവുകാർ കടലിൽ കപ്പൽ തകർന്ന് നീന്തി കയറി വന്നപ്പോൾ ഇവർ ആഴി കൂട്ടി വിറക് പിറക്കി തീയുണ്ട് ഇവരുടെ തണുപ്പ് മാറ്റി ഇവർക്ക് വേണ്ട പരിചരണം നൽകി. അവരെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് അസാധാരണ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, സാധാരണമല്ലാത്ത ദയ. ഇതാ ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത. മനുഷ്യന് ദയ തോന്നും. ആരോടാ? സ്നേഹിക്കുന്നവരോട് ദയ തോന്നും. നമ്മളെ കരുതുന്നവരോട്, നമ്മളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നവരോടൊക്കെ ദയ തോന്നും. എന്നാൽ അസാധാരണ ദയ, ദൈവത്തിൻ്റെ ദയ ഉള്ളിൽ വന്നാൽ, ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു, ദയ കാണിക്കാൻ അർഹതയില്ലാത്തവരോട് ദയ തോന്നണ്ടാത്തടത്ത് തോന്നുന്ന ദയ. ഇതാ ദൈവത്തിൻ്റെ ദയ.
ഇനി ദൈവത്തിൻ്റെ ദയയുടെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം വേഗത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കാണിക്കേണ്ടതിന് മതി ആ ഭാഗത്ത് വേഗത്തിൽ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വിടാം. ശൗൽ രാജാവ് മരിച്ചു, യോനാഥാൻ മരിച്ചു, ദാവീദ് രാജാവായി സ്ഥാനമേറ്റു. ആ സിംഹാസനത്തിലിരുന്നപ്പോൾ താൻ ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? വ്യക്തമായ വാക്ക് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തോട് ദയ കാണിക്കേണ്ട ആവശ്യമില്ല. 38 വർഷമായി ദാവീദിനെ കൊല്ലാൻ ഓടി നടന്ന് ഒടുവിൽ ശൗൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ ദാവീദ് രാജാവായി ദൈവം അവന് സ്ഥാനം കൊടുത്തു. ഈ സമയത്ത് ദാവീദിന്റെ മനോഭാവം അഥവാ ഒരു രാജാവിൻ്റെ അധികാരിയുടെ മനോഭാവം, എനിക്കെതിര് നിന്നവരെല്ലാം തീർന്നു, ഇനിയും ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ തപ്പിക്കണ്ടുപിടിച്ച് കൊല്ലുക, ഇതാണ് അധികാരിയുടെ മനോഭാവം. പക്ഷെങ്കിൽ ദാവീദോട് പറയുന്ന വാക്കെന്തുവാ? ആ വാക്ക് വീണ്ടും ഒന്നുകൂടെ പറയണം. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തോട് ദയ കാണിക്കേണ്ട കാര്യമില്ല. മാനുഷികമായി ദാവീദിന് ശൗലിൻ്റെ കുടുംബത്തോട് ദയ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ താൻ ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ ദയ കിട്ടാൻ സാധ്യതയില്ലാത്തടത്ത് അർഹതയില്ലാത്തവന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് ദാവീദ് നിനക്കത് കഴിഞ്ഞത്? ഒറ്റ വാക്കിൽ പറയാൻ കഴിയും, ദാവീദിന് പറയാൻ കഴിയും, എന്നിൽ ദൈവത്തിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ദയ കാണിക്കുന്നത്. തന്നെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറയുന്ന വാക്ക് മറക്കരുത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ദൈവത്തിൻ്റെ ഹൃദയം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ ദയ കാണിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, ആരോട്? തന്നെ ഉപദ്രവിച്ചവൻ്റെ കുടുംബക്കാരോട്. തന്നെ കൊല്ലാൻ പദ്ധതിയിട്ട് നാട് മുഴുവൻ ഓടി നടന്നവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദയ കാണിക്കാമെന്ന് പറയുന്നത് ഇത് മാനുഷിക ദയയല്ല, ഇതിൻ്റെ പേരാ ദൈവത്തിൻ്റെ ദയ. അങ്ങനെയെങ്കിൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പൊക്കോട്ടെ. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ്. നമ്മൾ ദയയുള്ളവരായിരിക്കണം, നമുക്ക് ദയ വേണം, നമ്മൾ ദയ കാണിക്കുന്നു. പക്ഷെങ്കിൽ അർഹതയില്ലാത്ത, ആ ദയയ്ക്ക് യോഗ്യതയില്ലാത്ത, എന്നെ വേദനിപ്പിച്ച, എന്നെ ഉപദ്രവിച്ച, എന്നെ തകർക്കാൻ നശിപ്പിക്കാൻ പദ്ധതിയിട്ട അങ്ങനെയുള്ളവരോട് കാണിക്കുന്ന ദയ, അതുണ്ടെങ്കിൽ എന്നിൽ ദൈവത്തിൻ്റെ ദയയുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ അപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, എന്നിൽ ഒഴുകുന്നത്, എന്നിൽ വസിക്കുന്നത് മാനുഷിക ദയയാണോ ദൈവത്തിൻ്റെ ദയയാണോ? ദൈവത്തിൻ്റെ ദയ ഉണ്ടെങ്കിൽ നമ്മൾ അസാധാരണക്കാരാകും, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരാണ്. ആ മെലീത്തയിലെ ദ്വീപവാസികളെ കുറിച്ച് പറഞ്ഞത്, ഇവർ അസാധാരണ ദയ കാണിച്ചു, ഓർഡിനറി അല്ല, എക്സ്ട്രാ ഓർഡിനറി. ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാ. എന്നെ സഹായിച്ചു, എന്നെ സ്നേഹിച്ചു, എന്നെ കരുതി, എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ അവരോട് ദയ കാണിച്ചാൽ ഇത് മാനുഷിക ദയയാണ്. പക്ഷെ എന്നെ വേദനിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ചു, എന്നെ തകർക്കുന്നു, എനിക്കെതിരെ സകല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നു, അവരോട് കാണിക്കുന്ന ദയയാണ് ദൈവത്തിൻ്റെ ദയ. അങ്ങനെ ഒരു ദയ കാണിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അഭിമാനത്തോട് പറയാം, എന്നിൽ ദൈവത്തിൻ്റെ അംശമുണ്ട്, ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയം എനിക്കുണ്ട്. ആ ദൈവത്തിൻ്റെ ഹൃദയം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ദയ കാണിക്കാൻ കഴിയുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ അപ്രകാരം ഒന്ന് പറയാൻ കഴിയണം, കർത്താവേ, ദൈവത്തിൻ്റെ ദയയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. കൃപ, ദൈവകൃപ. നമ്മളെ ഒന്ന് പരിശോധിച്ചേ, നമ്മളിൽ ഉള്ളത് മാനുഷിക ദയയാണോ ദൈവത്തിൻ്റെ ദയയാണോ? ദൈവത്തിൻ്റെ ദയയുടെ ഒന്ന് രണ്ട് പ്രത്യേകതകളോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാം. 33-ാം സങ്കീർത്തനം 5-ാം വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത വായിച്ചോളൂ. ഒരിക്കൽ കൂടെ.
നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത ഇത് നിറവുള്ളതാണ്, നിറഞ്ഞു നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദയ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ദൈവത്തിൻ്റെ നിറവുണ്ട്. ദൈവത്തിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ദയയുണ്ടെങ്കിൽ ഞാൻ നിറവുള്ളവനാണ്. ഇല്ല എങ്കിൽ എനിക്ക് നിറവില്ല. വാക്യങ്ങൾ മാത്രം വായിക്കാൻ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് 63-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വായിച്ചതാണ്, നിന്റെ ദയ ജീവനേക്കാൾ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദയയുടെ അടുത്ത പ്രത്യേകത എൻ്റെ ജീവനേക്കാൾ വലുതാണ്. അത് ദൈവത്തിൻ്റെ ദയ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വിലയൊന്ന് തിരിച്ചറിയണം. നമുക്കറിയാം നമ്മൾ ഏറ്റവും വില കൊടുക്കുന്ന എന്തിന്? ജീവനാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത എൻ്റെ ജീവനേക്കാൾ വലുതാണ്. എൻ്റെ ജീവനേക്കാൾ വില ദൈവത്തിൻ്റെ ദയയ്ക്കുണ്ടെങ്കിൽ, എന്നിൽ ദൈവത്തിൻ്റെ ദയ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവനേക്കാൾ വലിയത് എൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം, വില തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ദയ എന്നിൽ വസിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവനല്ല വലുത്, അതിലും വലുത്, അതിലും വിലയുള്ളത് എൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പറയും ജീവൻ കൊടുത്തു, അതായത് വിലയുള്ളത് കൊടുത്തു. വീണ്ടും ഞാൻ പറയുന്നു, അതിലും വിലയുണ്ട് ദൈവത്തിൻ്റെ ദയയ്ക്ക്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ദൈവത്തിൻ്റെ ദയ എന്നിലുണ്ടെങ്കിൽ എൻ്റെ ജീവനേക്കാൾ വിലയുള്ളത് എൻ്റെ ഉള്ളിലുണ്ട്. 103-ാം സങ്കീർത്തനത്തിൽ ഒന്ന് വന്നാട്ടെ. 103-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം. മതി. ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത അവിടെ പറയുമ്പം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദയ ആകാശവും ഭൂമിയും തമ്മിൽ എന്ത് അകലമുണ്ടോ അത്രമാത്രം വലിപ്പമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വലിയ ദൈവത്തിൻ്റെ ദയയുണ്ട്. 17-ാം വാക്യം കൂടെ വായിച്ചോളൂ. ദൈവത്തിൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളതാണ്. വാക്യങ്ങൾ അനവധി ഉണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ഒന്ന്, നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ ദയ എന്നിലുണ്ടെങ്കിൽ എനിക്കൊരു നിറവുണ്ട്. ദൈവത്തിൻ്റെ ദയ എന്നിലുണ്ടെങ്കിൽ എൻ്റെ ജീവനേക്കാൾ വലുത് എൻ്റെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ ദയ എന്നിലുണ്ടെങ്കിൽ അത് ആകാശം ഭൂമി തമ്മിൽ എന്തുമാത്രം അകലമുണ്ടോ അത്രമാത്രം വലിയത് എൻ്റെ ഉള്ളിലുണ്ട്. അടുത്തത് നമ്മൾ വായിച്ചത്, ദൈവത്തിൻ്റെ ദയ എന്നിലുണ്ടെങ്കിൽ അത് എന്നേക്കുമുള്ളതാണ്, തൽക്കാലത്തേക്കുള്ളതല്ല. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, ദൈവത്തിൻ്റെ ദയ കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഞാൻ വീണ്ടും പറയുന്നു, മാനുഷികമായി ദയ തോന്നും. നമുക്കറിയാമല്ലോ, ചിലരുടെ കഷ്ടത കാണുമ്പോൾ, ബുദ്ധിമുട്ട് കാണുമ്പോൾ, പ്രയാസം കാണുമ്പോൾ നമുക്ക് ദയ തോന്നും. അത് മാനുഷിക ദയ, അത് കരുതലിൻ്റെ ദയ, സ്നേഹം കൊണ്ടുണ്ടാകുന്ന ദയ. എന്നാൽ എന്നെ വെറുത്തവരെ, എന്നെ ഉപദ്രവിച്ചവരെ, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? വെറുതെയാണോ ദാവീദിനെ ദൈവം ഉയർത്തിയത്? വെറുതെയാണോ അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത്? നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, ദൈവത്തിൻ്റെ ദയ എൻ്റെ ശത്രുവിൻ്റെ ജീവിതത്തിൽ കാണിക്കാൻ അപ്രകാരമുള്ളൊരു മനസ്സെനിക്ക് തരണം കർത്താവേ. ദൈവത്തിൻ്റെ ദയ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. 1-2 മാത്രം ഓർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക പദം നമുക്കറിയാൻ കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ വായിച്ചോളൂ. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, മതി. അങ്ങനെയെങ്കിൽ ജോസഫ് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട. നമുക്ക് ആ ചരിത്രം അറിയാം. യാക്കോബിന്റെ മരണശേഷമാണ്. അപ്പന്റെ മരണശേഷം സഹോദരന്മാർ ഭയപ്പെട്ടു. അപ്പൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്രയും നാൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൻ മരിച്ചു, ഇവൻ വീണ്ടും നമ്മളോട് പ്രതികാരം നടത്തുമെന്ന് ചിന്തിച്ചിടത്ത് ജോസഫ് പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും
നിങ്ങൾക്കുള്ളതൊക്കെ പൊറ്റിപ്പുലർത്താൻ ഞാൻ തയ്യാറാ. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ജോസഫിന്റെ ഉള്ളിൽ വന്നത് ഏതാ? ദൈവത്തിന്റെ വചനം നീളം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ടോ അവരിലൊക്കെ എന്തോ ദൈവിക അംശമുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്, കർത്താവേ എന്നിൽ ഈ ദൈവിക അംശം ഉണ്ടാകണം. നമ്മൾ അവകാശപ്പെടുന്നു, അഭിമാനിക്കുന്നു നമ്മൾ ആരെന്ന്, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നെങ്കിൽ എന്നിൽ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടാകണം. അപ്പന്റെ സ്വഭാവം മക്കൾക്കുണ്ടാകണം. സ്വർഗീയ പിതാവിന്റെ സ്വഭാവം എന്നിലൂടെ വെളിപ്പെടുമ്പോഴാണ് ലോകം പറയുന്നത് ആ ആൾ ഇന്നവരുടെ മോനാ. ഇല്ല എങ്കിൽ തിരിച്ചു പറയത്തില്ലേ, അപ്പൻ നല്ല മനുഷ്യനാ, മക്കളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് പോലെ ദൈവത്തെ കുറിച്ച് ലോകത്തിന് അറിയാം. ആ ദൈവത്തിന്റെ മക്കൾ ആ ദൈവത്തിന്റെ സ്വഭാവം അവരിലൂടെ പ്രകടമാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ജോസഫിന്റെ ഉള്ളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ ദയ. ഇവർ ഭയപ്പെട്ടിരിക്കുക. അതിന്റെ ഒറ്റ മുന്നത്തെ വാക്യം കൂടെ വായിച്ചോളൂ. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, മതി. ഇവർ പേടിച്ചിരിക്കുക. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവന്റെ 18-ാം വാക്യം, അവന്റെ സഹോദരന്മാർ ചെന്ന് മതി. ഒരു മിനിറ്റ് നോക്കണേ, ആ ഭാഗം ശ്രദ്ധിച്ചോ. അപ്പം മരിച്ചു, ഇവർ ഈ ദേശത്ത് വന്നു. ഇപ്പം ജോസഫിന് മുമ്പ് ചെന്ന് ചന്ത വിളിച്ചുക, കവിണ്ണ് വീണ്. പിന്നീട് നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്, ഈ ജോസഫിന്റെ ദർശനം നമുക്കറിയാം. ജോസഫ് പറഞ്ഞു, അപ്പനും അമ്മയും 11 നക്ഷത്രങ്ങളും തന്നെ വീണ്, മക്കളും 11 പേർ തന്നെ വീണ് നമസ്കരിക്കുന്ന ഒരു കാഴ്ച താൻ ദർശനം കണ്ടപ്പോൾ ഇവരെല്ലാം കൂടെ പുച്ഛിച്ചു. പറഞ്ഞെന്തുവാ, നീ ആരാടാ, നീ എന്നാ വലുതാകാൻ പോകുന്നത്? എടാ, ഞങ്ങൾക്കൊക്കെ ആടിനെ തീറ്റാണെങ്കിൽ പറയാം, ഞങ്ങൾക്ക് കുറെ പണിയുണ്ട്, നീ ഒരു പണിയും ഇല്ലാതെ അപ്പന്റെ കൂടെ വീട്ടിൽ ഇരിക്കുന്ന നീ എന്നാടാ വലിയ ആളാകുന്നു? ഇവനെ പുച്ഛിച്ചു, കളിയാക്കി, തള്ളിവിട്ടു. അന്ന് ഇവർ ജോസഫ് പറഞ്ഞു, എന്റെ മുമ്പിൽ നിങ്ങളൊക്കെ വണങ്ങുമെന്ന് പറഞ്ഞപ്പം വില കൊടുത്തില്ല. പക്ഷെ ഇപ്പൊ എന്തോ ചെയ്തു, മുമ്പാകെ വണങ്ങുക. മുൻ അധ്യായങ്ങളൊക്കെ വായിച്ചപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ആദ്യത്തെ 2 പ്രാവശ്യം ജോസഫ് എന്ന് അറിയാതെ വണങ്ങിയത്, ഇസ്രായേലിലെ അധിപതി എന്ന് പറഞ്ഞ. പക്ഷെങ്കിൽ ഇപ്പോൾ ആരാന്ന് അറിഞ്ഞോളൂ തന്നെ, ജോസഫ് എന്ന് അറിഞ്ഞുകൊണ്ടാ. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നതാണ്, ജോസഫ് മനസ്സിൽ ഒന്ന് തണുത്ത് കാണും. താൻ പറഞ്ഞു കാണും, ദൈവമേ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദർശനത്തിന്റെ സാക്ഷാത്കാരം ഇതാ എന്റെ കൺമുമ്പിൽ. ഈ ചേട്ടന്മാർ അന്ന് എന്നോട് പറഞ്ഞതാ, എടാ നിന്റെ മുമ്പിലൊന്നും ഞങ്ങളെ വണങ്ങാൻ കിട്ടത്തില്ല, അതിന് നീ പോയി വേറെ ആളെ അന്വേഷിക്കെന്ന് പറഞ്ഞ ജ്യേഷ്ഠന്മാർ. ആ വാക്യം വീണ്ടും വായിച്ചോളൂ. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണ്. മതി. ഈ ചേട്ടന്മാർ വന്നു ഇപ്പം പറയുന്നത് ഞങ്ങൾ അടിമകളാ. നേരത്തെ പറഞ്ഞോ, സ്വപ്നക്കാരൻ, പ്രാർത്ഥനക്കാരൻ ഒരുത്തം വരുന്നു, വലിയ ആത്മീയൻ, കളിയാക്കിയവന്റെ അടുക്ക വന്നേച്ച് പറയുകയാണ്, ഞങ്ങൾ ആരാ? ദൈവമക്കൾ, ഞാൻ ഇടയ്ക്ക് കയറിയെന്ന് പറഞ്ഞോട്ടെ, ദൈവം തന്ന ദർശനത്തിനും ആ വെളിപ്പാടിനും കാഴ്ചപ്പാടിനും അനുസരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ പലരും പുച്ഛിച്ചെന്നിരിക്കും. ഒന്നും മറുപടി പറയണ്ട, നാളെ ദൈവം അവരെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു. ഞാൻ കണ്ട ദർശനം, ഞാൻ പ്രാപിച്ച ആ വെളിപ്പാട്, ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാട്, ഇതനുസരിച്ച് എന്റെ ചുവടുകൾ ഞാൻ എടുത്തു വെച്ചാൽ ഞാൻ ഭോഷനല്ല. നാളുകളിൽ എന്നെ പരിഹസിച്ചവർ, നിന്ദിച്ചവർ എന്റെ അടുക്ക് തന്നെ വരും. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കും. നിങ്ങൾ ഉറച്ചു നിൽക്കണം. മറുപടി നിങ്ങൾ പറയണ്ട, മറുപടി പറയേണ്ട സമയത്ത് ദൈവം മറുപടി കൊടുത്തോളും. ഈ സഹോദരന്മാർ വന്ന് കാൽക്കൽ വീണ്, മുമ്പാകെ വീണ്, ഞങ്ങൾ നിന്റെ അടിമകൾ. അവര് പറയുകയാണ്, ഞങ്ങൾ സഹോദരന്മാരായിട്ട് കാണണ്ട, ഞങ്ങളെ ജോലിക്കാരായിട്ടും കാണണ്ട, അടിമകളാ. അങ്ങ് എന്ത് പറയുന്നു ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ, അടിമകൾ. അടുത്ത വാക്യം. നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? 21 അവസാന ഭാഗത്ത് പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ അവരെ ആശ്വസിപ്പിച്ച്
അങ്ങനെയെങ്കിൽ ആ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കാണാമോ? അടിമകളെന്ന് പറഞ്ഞ് കാലേ വീണ് കിടന്ന് കരയുക. ഒരുപക്ഷെ എങ്ങനെ അടിക്കുന്നുണ്ടായിരിക്കും. യോസേഫ് പിടിച്ചെണീപ്പിച്ച് ചോദിച്ചു, എന്തിനാ ഇത്രയും കിടന്ന് കരയുന്നു, എന്തിനാ പേടിക്കുന്നു? ധൈര്യപ്പെടുത്തി, അവിടെ ആശ്വസിപ്പിച്ച്, ധൈര്യപ്പെടുത്തി. ഇവരെ ആശ്വസിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സ് തകർന്നിരിക്കുക, ആകെ തകർന്നിരിക്കുക. ഈ തകർന്ന സഹോദരന്മാരെ ജോസഫ് പിടിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ ആ പഴയ സഹോദരനാ ഞാൻ, ജോസഫാ. നിങ്ങൾ ദോഷം നിരൂപിച്ചു, പക്ഷെങ്കിൽ എന്നിൽ നിറഞ്ഞത് ദോഷമല്ല, എന്നിൽ നിറഞ്ഞത് ദൈവത്തിന്റെ ദയ. ദൈവത്തിന്റെ ദയ എന്നിൽ നിറഞ്ഞത് കൊണ്ട് എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല, എനിക്ക് പകരം ചെയ്യാൻ കഴിയത്തില്ല. മാത്രമല്ല, ഞാൻ നിങ്ങളെ പോറ്റി പുലർത്താം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയാണ്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞോട്ടെ, ഇതിന് കഴിയണമെങ്കിൽ നമ്മളിൽ ഉള്ളത് ദൈവത്തിന്റെ ദയയാകണം. മാനുഷിക ദയ കൊണ്ട് ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്നവന് തിരിച്ചുപകാരം ചെയ്യാം. അവർ ദയ കാണിച്ചു, ഞാനും ദയ കാണിച്ചു. എന്നാൽ ദൈവത്തിന്റെ ദയയുടെ പ്രത്യേകത എന്നെ വേദനിപ്പിച്ചവർക്ക് ദയ കാണിക്കുന്നതാ. ഹല്ലേലൂയ. ഞാനൊരു വാക്കൂടെ പറഞ്ഞോട്ടെ, ജോസഫിനെ ഇവരൊരു അടിമയായി അടിമച്ചന്ത വിറ്റത്. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. 20 വെള്ളിക്കാശ് മേടിച്ച് ജോസഫ് ഇപ്പൊ ആരാ? അടിമ. ആ ജോസഫിന്റെ മുമ്പിൽ ഇപ്പൊ സഹോദരന്മാരാരായി? ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ ദയ മാറില്ല. അവരും ഇവരും എന്തുമാകട്ടെ, നമ്മൾ പറയണം, ഇല്ല, ഞാനൊരു ദൈവത്തിന്റെ പേര്, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കും. അവർ എന്ത് ചെയ്തോട്ടെ. ജോസഫ് പ്രത്യേക പദം പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കെതിരെ ദോഷം വിചാരിച്ചു, പക്ഷെങ്കിൽ എനിക്ക് ദോഷം വിചാരിക്കാൻ കഴിയത്തില്ല. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്, എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. ഈ ദൈവത്തിന്റെ ദയ നമ്മളിൽ നിറഞ്ഞാൽ, ദൈവമക്കളെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മെ ഉയർത്താൻ ദൈവം വിശ്വസനാണ്. ആ സഹോദരന്മാരൊക്കെ ഉയർന്നതിൽ അധികം ഉയർന്നത് ദൈവത്തിന്റെ ദയ ഉള്ളിലുള്ളവനാണ്. ദാവീദിനോട് ചോദിച്ചാൽ, നീ എങ്ങനെ ഇത്രയും ഉയർന്നത്? എനിക്ക് പറയാൻ കഴിയും, ദൈവത്തിന്റെ ദയ എന്റെ ഉള്ളിൽ നിറഞ്ഞത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ദയ കൊണ്ട് നിറഞ്ഞൊരു ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്കിടയാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 വാക്യങ്ങളോട് വേഗത്തിൽ ഓർപ്പിച്ച് എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഇതേക്കുറിച്ച് പറയുന്ന ചിന്തകളോട് വേഗത്തിൽ വിശദീകരിക്കുന്നില്ല, വാക്യം മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വായിച്ചോളൂ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. മതി. അവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദയ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് ആരോടും ക്ഷമിക്കാൻ കഴിയും, എന്തും ക്ഷമിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ തിരിച്ചറിയണം, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ദയ ഇല്ല. നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ആ വാക്യം നമ്മൾ വായിച്ചോളൂ. നിങ്ങൾ തമ്മിൽ മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ദൈവത്തിന്റെ ദയ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും ക്ഷമിക്കാം. ദൈവത്തിന്റെ ദയ എന്നിലില്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയത്തില്ല. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ദൈവം ക്രിസ്തുവിലൂടെ നമ്മോട് ക്ഷമിച്ചു. നമ്മുടെ പാപം ക്ഷമിച്ചു, നമ്മുടെ അകൃത്യം ക്ഷമിച്ചു. ദൈവത്തിന് വിരോധികളായിരുന്ന നമ്മുടെ പാപം ദൈവം ക്ഷമിച്ചു. നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല. റോമാലേഖനത്തിലെ അപ്പോസ്തലൻ പൗലോസ് നമ്മളെ കുറിച്ചുള്ള 3 യോഗ്യത പറയുന്നുണ്ട്: ബലഹീനർ, പാപികൾ, ശത്രുക്കൾ. ഈ ബലഹീനരും പാപികളും ശത്രുക്കളുമായ നമ്മോട് ദൈവം ക്ഷമിച്ചത് ദൈവത്തിന്റെ ദയ കൊണ്ടാണെങ്കിൽ, ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരോട് നമുക്കും ക്ഷമിക്കാൻ കഴിയണം. ദൈവത്തിന്റെ ദയ നമ്മളിൽ നിറയട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കൂടെ വായിച്ചോളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും
മതി. അവിടെ ആ ഭാഗം തന്നെ വായിച്ചല്ലോ. ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ധരിക്കേണ്ട വസ്ത്രങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ ദയ. ഈ വസ്ത്രം ധരിച്ചാൽ ധരിച്ചുകൊണ്ട് അന്യോന്യം ഓർക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. മതി. ദൈവമക്കൾ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദീർഘമാക്കുന്നതിലൂടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ ദയ ഉണ്ടെങ്കിൽ പൊറുക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും. ആ ദയയാണ് നമ്മളെ ഉയർത്തുന്നത്. ദൈവിക അംശം നമ്മളിൽ ഉണ്ടോ? ഒരു ചെറിയ പരിശോധന നമ്മൾ നടത്തുന്നതാണ്. എനിക്ക് പൊറുക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, എന്തൊക്കെയോ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്നു, പൊട്ടിത്തെറിക്കുന്നത് പോലെ ആകുന്നു, എന്തൊക്കെയോ പറയണം ചെയ്യണമെന്നൊക്കെ തോന്നുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ദയ വേണ്ട വിധത്തിൽ വന്നിട്ടില്ല. എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നടക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദയ അത് നിരന്തരമാണ്, അത് നിറവുള്ളത്, അത് ജീവനേക്കാൾ വിലയുള്ളത്, അത് ഏറ്റവും വലിയതാണ്, എന്നേക്കുമുള്ളതാണ്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഈ ദയ എൻ്റെ ഉള്ളിലൊന്ന് തരണം. നിറവുള്ള, നിറഞ്ഞു നിൽക്കുന്ന, വലിയ, ജീവനേക്കാൾ വിലയുള്ള, എന്നേക്കുമുള്ള ദയ കർത്താവേ എൻ്റെ ഉള്ളിൽ അവിടുന്ന് തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദയ ഉള്ളിലുണ്ടോ നമ്മൾ രക്ഷപ്പെട്ടു. ദാവീദിന്റെ ഉള്ളിൽ ആ ദയ നിറഞ്ഞതുകൊണ്ട് ശൗലിന്റെ കുടുംബത്തിൽ താൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആ കുടുംബക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിപ്പിടിച്ച് കൊന്നുകളയാനല്ല പറഞ്ഞത്. ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ദയ കാണിക്കാം. കാരണം എന്നിലുള്ളത് അസാധാരണ ദയ. മാനുഷിക ചിന്ത അനുസരിച്ച് എനിക്ക് ദയ കാണിക്കാൻ റൈറ്റ് ഇല്ല, അവകാശമില്ല, യോഗ്യതയില്ല, ആവശ്യമില്ല. പക്ഷെങ്കിൽ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ ദയ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ദൈവത്തിന്റെ ദയ എന്നിൽ നിറഞ്ഞാൽ എന്നെ കൊല്ലാൻ ഓടിച്ചവന്റെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും അവരോടുണ്ടെങ്കിൽ അവരോട് ഞാൻ ദയ കാണിക്കാം. എന്റെ മക്കൾ, ദൈവമക്കളെ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഏതെങ്കിലും തരത്തിൽ എന്നെ മാനസികമായി വേദനിപ്പിച്ചവർ, ഏതെങ്കിലും തരത്തിൽ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചവർ, ഏതെങ്കിലും തരത്തിൽ എന്റെ നന്മകൾ അപഹരിച്ചവർ, ഞാൻ ഇന്ന് അനുഭവിക്കേണ്ട പലതും കൈവശമാക്കി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദയ കാണിപ്പാൻ, അവരോടൊരു കരുണ കാണിപ്പാൻ കർത്താവേ എനിക്കൊരു അവസരം തരണമേ, അതിനുള്ള സാഹചര്യം ഒരുക്കണമേ കർത്താവേ, അതിനുള്ള മനസ്സ് എനിക്ക് തരണമേ. അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ പറയാം, എന്നിൽ ദൈവത്തിന്റെ ധൈര്യമുണ്ട്. യോസേഫിനെ പോലെ നമുക്കൊന്ന് പറയാൻ കഴിയണം, ദോഷം നിരൂപിച്ചവർക്കെതിരെ, അടിമയാക്കി വിറ്റവർക്കെതിരെ, കാണുമ്പോഴൊക്കെ പരിഹാസത്തിന്റെ വാക്കുകൾ മാത്രം പറഞ്ഞവർക്കെതിരെ അവർ കാൽക്കൽ വീഴ്ച പറയുകയാണ്, ഞങ്ങൾ അടിമകളായി ജീവിച്ചോളാം. അവരോട് കാണിച്ചത് ദൈവത്തിന്റെ ദയയാണ്. യെസ്, ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. വെറുതെ അല്ല ദാവീദ് വലിയവനായത്, വെറുതെ അല്ല ജോസഫ് വലിയവനായത്. നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ആ ദയ ഒന്ന് തരണം കർത്താവേ, ആ ദയയാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണം കർത്താവേ. അപ്രകാരം ആ ദയ ഉള്ളിലുണ്ടെങ്കിൽ ആരോടും ക്ഷമിക്കാൻ കഴിയും, ആരെയും പൊറുക്കാൻ കഴിയും, ഏത് സാഹചര്യത്തെയും നമുക്ക് സഹിക്കാൻ കഴിയും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിന്റെ മനസ്സിലുള്ള വൃതന്മാരായ വിളിക്കപ്പെട്ടവരായ ഞങ്ങളുടെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ദയ കൊണ്ട് നിറയണമെന്നാണെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവേ ആ ദൈവത്തിന്റെ ദയ കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം.